ലോക ക്രിക്കറ്റ് ആരാധകർ കാത്തിരിക്കുന്ന മത്സരം ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം എന്ന് തന്നെ പറയാവുന്ന ഏഷ്യ കപ്പ് ഫൈനലിന് കളമൊരുങ്ങുവാൻ പോവുകയാണ്. ഈ അവസരത്തിൽ നമ്മൾ മലയാളികൾക്ക് സന്തോഷിക്കാൻ ഒരുപാടേറെ കാര്യങ്ങളൊന്നുമില്ല. ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ, സഞ്ജു സാംസൺ. അതെ, ഇന്ത്യൻ ക്രിക്കറ്റ് ലോകത്ത് ഇപ്പോൾ വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു മലയാളിയുടെ പേര് സഞ്ജു സാംസൺ ആണ്. ദാദാസാഹിബ് ഫാൽക്കെ ലഭിച്ചപ്പോൾ മോഹൻലാലിൻ്റെ പേര് ഇന്ത്യയൊട്ടാകെ ചർച്ചയായി. പക്ഷേ സഞ്ജു സാംസണിൻ്റെ പേര് ഇന്ത്യയിൽ മുഴങ്ങാൻ തുടങ്ങിയിട്ട് ഒരുപാട് വർഷങ്ങളായി. കാരണം ഇന്ത്യൻ ടീമിനെ പ്രതിനിധീകരിക്കുന്ന ഏക മലയാളിയാണ് സഞ്ജു സാംസൺ. ഒരുപാട് നാൾ തഴഞ്ഞും തളർത്തിയും സഞ്ജു സാംസണിനെ മാറ്റി നിർത്തിയ അതേ ഇന്ത്യൻ ടീമിൽ സഞ്ജു നെഞ്ചുവിരിച്ച് പൊസിഷൻ ഏതെന്ന് പോലും നോക്കാതെ ഇപ്പോൾ തൻ്റെ രാജ്യത്തിന് വേണ്ടിയുള്ള തൻ്റെ കടമ നിർവഹിക്കുകയാണ്. ഇന്ത്യൻ ക്രിക്കറ്റ് ലോകത്ത് സഞ്ജു സാംസണിൻ്റെ സാന്നിധ്യം അനിഷേധ്യമായി തുടരുകയാണ്. ഇന്ത്യ പാകിസ്ഥാൻ ഫൈനൽ നടക്കാനിരിക്കുമ്പോൾ പ്രമുഖ ക്രിക്കറ്റ് അനലിസ്റ്റുകളടക്കം പറയുന്നത് സഞ്ജു സാംസൺ ആയിരിക്കും ഇന്ത്യക്ക് വേണ്ടി വിജയക്കൊടി പാറിക്കാൻ പോവുക എന്നാണ്. ആകാശ് ചോപ്ര പറഞ്ഞ കാര്യങ്ങൾ അതിനൊരു ഉദാഹരണം മാത്രമാണ്. സഞ്ജു പൂർണ്ണ നിയന്ത്രണത്തിലാണ്. സഞ്ജുവിന് ഇന്ത്യക്ക് വേണ്ടി എന്ത് ചെയ്യാനും സാധിക്കുമെന്നാണ് ആകാശ് ചോപ്ര വിശദീകരിച്ചത്. പക്ഷേ സഞ്ജുവിൻ്റെ നിലനിൽപ്പിന് ഏറ്റവും കൂടുതൽ പാരയാവുന്നത് ഇന്ത്യൻ ടീം മാനേജ്മെൻറ്റും ഗൗതം ഗംഭീർ എന്ന കോച്ചുമാണ് എന്ന് പറയാതെ വയ്യ. സ്പോർട്സ് പിച്ച് ഒരു ബ്രേക്കിംഗ് ന്യൂസ് തന്നെയാണ് ഇവിടെ പറയാൻ പോകുന്നത്. നമ്മുടെ രാജ്യത്ത് നടന്ന ഞെട്ടിക്കുന്ന സംഭവമായിരുന്നു പഹൽഗാം ഭീകരാക്രമണം. അതിന് തിരിച്ചടിയായി ഇന്ത്യ കാത്തിരുന്ന് പാകിസ്ഥാന് നൽകിയ ഒരു പ്രഹരമായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ എന്ന ഒരു തിരിച്ചടി. ആ തിരിച്ചടി പോലെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ ഓപ്പറേഷൻ സഞ്ജു എന്ന പേരിൽ ഒരു തിരിച്ചടി സഞ്ജുവിനായി ടീം മാനേജ്മെന്റ് ഒരുക്കിയിട്ടുണ്ട് എന്നാണ് അഭ്യൂഹങ്ങൾ പറയുന്നത്. അതിനെ ശരിവെക്കുന്ന ചില വസ്തുതാപരമായ കാര്യങ്ങളും കഴിഞ്ഞ മത്സരങ്ങളിലടക്കം അരങ്ങേറുകയുണ്ടായി. ഓപ്പറേഷൻ സഞ്ജു എന്ന പേരിൽ ഒരു നീക്കം നടത്തുന്നുണ്ടോ എന്ന സംശയങ്ങൾക്ക് ആക്കം കൂട്ടുന്നതാണ് ആ സമീപകാല സംഭവങ്ങൾ. എങ്കിലും ഈ കടുത്ത സമ്മർദ്ദങ്ങൾക്കിടയിലും സഞ്ജു സാംസൺ ഒരു ചരിത്ര നേട്ടം സ്വന്തമാക്കിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. T20 അന്താരാഷ്ട്ര മത്സരങ്ങളിൽ സിക്സറുകളുടെ എണ്ണത്തിൽ ഇന്ത്യയുടെ വിക്കറ്റ് കീപ്പർമാരിൽ മുൻപന്തിയിലെത്തിക്കൊണ്ട് അദ്ദേഹം MS ധോണിയുടെ റെക്കോർഡാണ് മറികടന്നിരിക്കുന്നത്. ആരുടെ? സാക്ഷാൽ ക്യാപ്റ്റൻ കൂൾ എന്നറിയപ്പെട്ടിരുന്ന വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ ആയിട്ടുള്ള MS ധോണിയുടെ റെക്കോർഡ്. സഞ്ജുവിന് ഇപ്പോൾ 55 സിക്സറുകളുണ്ട്. ധോണിക്ക് 85 ഇന്നിങ്സുകളിൽ നിന്നായി 52 സിക്സറുകളാണ് ഉണ്ടായിരുന്നത്. ഈ ഏഷ്യ കപ്പിൽ ശ്രീലങ്കയ്ക്കെതിരായ മത്സരത്തിൽ 23 പന്തിൽ നിന്ന് നിർണായകമായ 39 റൺസ് സംഭാവന നൽകിയതിലൂടെ ബാറ്റിംഗ് പൊസിഷനുകൾ മാറിയപ്പോഴും തൻ്റെ വെടിക്കെട്ട് പ്രകടനം തുടരാൻ സഞ്ജുവിന് കഴിഞ്ഞതിലൂടെ 3 സിക്സറുകളിലടക്കം പായിച്ചുകൊണ്ട് ധോണിയുടെ റെക്കോർഡാണ് സഞ്ജു മറികടന്നത്. സ്ഥിരമായി ബൗണ്ടറികൾ നേടാനും സിക്സറുകൾ പായിക്കാനുമുള്ള സഞ്ജുവിൻ്റെ കഴിവ് അപാരമാണ്. അതുകൊണ്ട് തന്നെ ഏത് സ്ഥാനത്തും കളിക്കാൻ യോഗ്യതയും വഴക്കവുമുള്ള ഒരു പ്ലെയർ തന്നെയാണ് സഞ്ജു സാംസൺ. ഏഷ്യ കപ്പ് ഫൈനലിനൊരുങ്ങുന്ന ഇന്ത്യക്ക് സഞ്ജു സാംസൺ എന്ന പോരാളി ഒരു മുതൽക്കൂട്ട് തന്നെയാണ്. ഈ മികച്ച പ്രകടനങ്ങൾക്കിടയിലും സഞ്ജുവിന് മേലുള്ള സമ്മർദ്ദത്തിൻ്റെ വാൾ, അതായത് സമ്മർദ്ദ മതിൽ വലുതാണെന്ന് പ്രമുഖ ക്രിക്കറ്റ് അനലിസ്റ്റുകൾ പറയുന്നു. ആകാശ് ചോപ്ര തുറന്നു പറഞ്ഞത് ഇങ്ങനെയാണ്: സഞ്ജു നേരിടുന്ന കടുത്ത സമ്മർദ്ദവും ബാറ്റിംഗ് ഓർഡറിലെ അസ്ഥിരതയും ശരിക്കും മറ്റൊരു പ്ലെയറിനും ഇപ്പോൾ ഇന്ത്യൻ ടീമിൽ ഇല്ല എന്നുള്ളതാണ്. ഏഷ്യ കപ്പിൽ സഞ്ജുവിന് സ്ഥിരമായ ഒരു റോൾ നൽകാതെ നടത്തുന്ന പരീക്ഷണങ്ങൾ താരത്തെ സമ്മർദ്ദത്തിലാക്കുന്നുവെന്ന് ആകാശ് ചോപ്ര വിശദീകരിക്കുന്നു. സഞ്ജുവിൻ്റെ യഥാർത്ഥ ബാറ്റിംഗ് സ്ഥാനത്തല്ല ഇപ്പോൾ കളിക്കാൻ അവസരം ലഭിക്കുന്നത് എന്നും മുൻ മത്സരത്തിൽ താരത്തെ 8ാം സ്ഥാനത്തേക്ക് വരെ തരം താഴ്ത്തിയത് വളരെ ചൂഷണം നൽകുന്ന ഒന്നായിരുന്നുവെന്നും ചോപ്ര ചൂണ്ടിക്കാട്ടുന്നു. കഴിഞ്ഞ ഒരു വർഷം T20 ക്രിക്കറ്റിൽ മികച്ച പ്രകടനം നടത്തിയിട്ടും സഞ്ജുവിന് ഈ സമ്മർദ്ദ സാഹചര്യത്തിൽ കളിക്കേണ്ടി വരുന്നത് ശരിയല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. മറ്റൊരു കാര്യം കൂടി അദ്ദേഹം പറഞ്ഞു സഞ്ജുവിൻ്റെ കൺട്രോളിനെ കുറിച്ച്. ശ്രീലങ്കൻ സ്പിന്നറായ വനിന്ദു ഹസരംഗയുടെ സ്പിൻ കൈകാര്യം ചെയ്ത സഞ്ജുവിൻ്റെ രീതി മികച്ചതായിരുന്നുവെന്നും ചോപ്ര അഭിനന്ദിച്ചിരുന്നു. ഹസരംഗയുടെ ഗൂഗിളിക്കെതിരെ പോലും താരം പൂർണ്ണ നിയന്ത്രണത്തിലായിരുന്നു. എങ്കിലും സഞ്ജുവിനെ സ്ഥിരമായി ഒരു റോളിൽ ഉറപ്പിക്കാതെ നടത്തുന്ന ഈ ഒതുക്കൽ തന്ത്രം കളിക്കാരനെന്ന നിലയിൽ സഞ്ജുവിനെ എങ്ങനെ ബാധിക്കുന്നുവെന്ന്
ചോപ്രയുടെ വിശകലനം വ്യക്തമാക്കുന്നതാണ്. ഗൗതം ഗംഭീറിനെ പരോക്ഷമായി പറഞ്ഞുകൊണ്ടാണ് ചോപ്ര ഇത്തരം വിശകലനങ്ങൾ നടത്തുന്നത്. കാരണം ഗംഭീർ അറിയാതെയൊന്നും ഇത്തരത്തിൽ പൊസിഷൻ ചേഞ്ച് ഒന്നും നടക്കില്ലല്ലോ. സഞ്ജു മുന്നിലേക്ക് വന്നാൽ പല താരങ്ങൾക്കും അവരുടെ പൊസിഷനിൽ മാറ്റം വരും, അല്ലെങ്കിൽ കോട്ടം വരും എന്നുള്ളത് കൊണ്ടാണ് സഞ്ജുവിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് തട്ടിക്കളിക്കുന്നത്. മികച്ച ഫോമിലുള്ള നമ്മുടെ മലയാളി താരത്തെ ഫൈനലിൽ പാകിസ്ഥാനെതിരെ പുറത്തിരുത്താനുള്ള നീക്കമാണോ നടക്കുന്നത് എന്ന് പറയുന്നവരുമുണ്ട്. എന്തായാലും അങ്ങനെ എങ്ങാനും സംഭവിച്ചാൽ ആരാധക രോഷം, അതും ദുബായിൽ, പ്രതീക്ഷിക്കാത്തതിലും അപ്പുറമായിരിക്കും. ഏഷ്യ കപ്പ് ഫൈനൽ വിശകലനം നടത്തിയാൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പോരാട്ടം ലോകത്തെ തന്നെ ഏറ്റവും മികച്ച പോരാട്ടങ്ങളിൽ ഒന്നായാണ് കാണുന്നത്. ആഷസ് പരമ്പര കഴിഞ്ഞാൽ ഇത്രത്തോളം വാശിയും വീറുമുള്ളൊരു പോരാട്ടം വേറെയില്ല. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഒരുപാട് മത്സരങ്ങളിലായി വിജയിക്കുന്നത് ഇന്ത്യ മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു വലിയ പോരാട്ടമായിട്ടൊന്നും കാണുന്നില്ല എന്ന് സൂര്യകുമാർ യാദവ് വ്യക്തമാക്കിയിരുന്നു. ഇന്ത്യ പാകിസ്ഥാൻ ഫൈനലിനെ സംബന്ധിച്ചിടത്തോളം രണ്ട് ടീമുകളും നിലവിൽ മികച്ച ഫോമിലാണ്. പക്ഷേ ഇന്ത്യയുടെ കാര്യം അപരാജിതരായി തുടരുകയാണ്. അജയ്യരായ ടീമായിട്ടാണ് ഇന്ത്യ ഫൈനലിലേക്ക് എത്തിയിരിക്കുന്നത്. തോൽക്കുമെന്ന് വിചാരിച്ച കളി പോലും വളരെ നാടകീയമായി ഒരു ട്വിസ്റ്റോടുകൂടി ഇന്ത്യ ജയിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. എന്നാൽ പാകിസ്ഥാന്റെ പേസ് ആക്രമണം ലോകോത്തര നിലവാരം പുലർത്തുന്നതാണ് എന്ന് പറയാതെ വയ്യ. ഇരുവരും തമ്മിലുള്ള പോരാട്ടം സഞ്ജു സാംസണിന്റെ കാര്യത്തിൽ കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്നതുമാണ്. അദ്ദേഹത്തെ മധ്യനിരയിൽ ഉൾപ്പെടുത്തുന്നത് ഇന്ത്യൻ ബാറ്റിങ്ങിന് ഒരു എക്സ് ഫാക്ടർ നൽകുമെന്നാണ് അനലിസ്റ്റുകൾ പറയുന്നത്. സഞ്ജു കളിക്കളത്തിൽ ഇറങ്ങിയാൽ അദ്ദേഹത്തിൻ്റെ റെക്കോർഡ് പ്രകടനവും സമ്മർദ്ദങ്ങളെ അതിജീവിച്ചുള്ള നിലവിലെ ഫോമും ഇന്ത്യക്ക് അനുകൂലമായേക്കാം. അതായത് സഞ്ജു എത്ര റൺസ് നേടിയാലും അത് ഒരു എക്സ് ഫാക്ടറാണ്. സഞ്ജു ഒരു മികച്ച റൺസ് നേടുകയാണെങ്കിൽ പാകിസ്ഥാനെതിരെ ഫൈനൽ മത്സരത്തിൽ ഇന്ത്യക്ക് നിസ്സാരമായി വിജയിക്കാം എന്നത് തർക്കമില്ലാത്തൊരു കാര്യമാണ്. മറിച്ച് മികച്ച ഫോമിൽ കളിക്കുന്ന ഒരു താരത്തെ പുറത്തിരുത്താനാണ് ടീമിൻ്റെ താല്പര്യമെങ്കിൽ ഇന്ത്യ അതിന് വലിയ വില കൊടുക്കേണ്ടി വരും. എപ്പോഴും ഒരു മലയാളി ലോകോത്തര മത്സരങ്ങളിൽ ഫൈനലിൽ എത്തുമ്പോൾ ഉണ്ടാവുന്നത് ഇന്ത്യക്ക് ഒരു ഐശ്വര്യം തന്നെയാണ്. നമ്മുടെ ശ്രീശാന്തിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. T20 വേൾഡ് കപ്പ് നേടിയപ്പോഴും ശ്രീശാന്ത് ഫൈനലിലുണ്ടായിരുന്നു. അതുപോലെ തന്നെ 50 ഓവർ ക്രിക്കറ്റിൽ ധോണിയുടെ സിക്സർ പായിച്ച് ഇന്ത്യ വിജയക്കൊടി പാറിച്ചപ്പോഴും ശ്രീശാന്ത് ടീമിലുണ്ടായിരുന്നു. ഇപ്പോൾ സഞ്ജുവിൻ്റെ സാന്നിധ്യം ടീമിനെ ഒരു ഗുണകരമായ തലത്തിലേക്ക് എത്തിക്കുമെന്നതിൽ സംശയമില്ല. എന്നിരുന്നപ്പോഴും സഞ്ജു ഒരു ഐശ്വര്യത്തിൻ്റെ പ്രതീകമായി ആരാധകർ നോക്കിക്കാണുന്ന ഒരു താരമാണ്. സഞ്ജു ടീമിലുണ്ടെങ്കിൽ ഈ ഫൈനൽ നിസ്സാരമായി ജയിക്കാം എന്ന് പറയുന്നവരാണ് കൂടുതൽ. ഈ അടുത്ത് നടന്ന ഒരു പോളിൽ ഏഷ്യ കപ്പ് ഫൈനലിൽ സഞ്ജു സെഞ്ചുറി അടിക്കും എന്നുവരെ പറയുന്ന ഒരു പോൾ കണ്ടിരുന്നു. അത്തരത്തിൽ ശുഭകരമായ കാര്യങ്ങൾ സംഭവിക്കട്ടെ. നമ്മൾ മലയാളികൾക്ക് സഞ്ജു സാംസൺ എന്നാൽ ഒരു കളിക്കാരൻ മാത്രമല്ല, ഒരു വികാരം കൂടിയാണ്. ഫൈനലിൽ സഞ്ജുവിൻ്റെ പോരാട്ട വീര്യം നമുക്ക് കൺകുളിർക്കെ കാണാനുള്ള ഒരു അവസരമുണ്ടാവട്ടെ. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? സഞ്ജുവിനെ ടീം മാനേജ്മെൻറ്റ് തന്നെ, അതായത് ഗൗതം ഗംഭീർ തന്നെ തളർത്തി ബെഞ്ചിലിരുത്തുമോ, അതോ മുൻനിരയിലേക്ക് പ്രൊമോട്ട് ചെയ്യുമോ, അതോ മധ്യനിരയിൽ തന്നെ ഈ 8-9 സ്ഥാനങ്ങളിൽ തഴയുന്നതല്ല കേട്ടോ, മധ്യനിരയിൽ തന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് പൊസിഷനിൽ കളിപ്പിക്കുമോ? ഇന്ത്യ പാകിസ്ഥാൻ ഫൈനലിൽ ആര് ജയിക്കും? സഞ്ജു എത്ര റൺസ് നേടും? ഇതെല്ലാം നിങ്ങൾക്ക് കമൻ്റായി രേഖപ്പെടുത്താം. സ്പോർട്സ് പിച്ചിൻ്റെ പ്രേക്ഷകർക്ക് നന്ദി. നിങ്ങൾ നൽകുന്ന വിലയേറിയ ലൈക്കുകളും കമൻറ്റുകളും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുന്നതുമെല്ലാം സ്പോർട്സ് പിച്ചിനെ ഇപ്പോൾ കൂടുതൽ ഉയരങ്ങളിൽ എത്തിക്കുകയാണ്. ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് ഒരു മികച്ച മുന്നേറ്റമാണ് ഞങ്ങളുടെ പേജിനുണ്ടാവുന്നത്. എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് മാത്രമാണ് നന്ദി. സപ്പോർട്ട് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി കാത്തിരിക്കുക. നന്ദി, നമസ്കാരം.